ഈ ഗുരുവായൂരപ്പ. ഇന്നലെ നമ്മൾ വെണ്ണക്കള്ളക്കണ്ണൻ്റെ കഥ കേട്ടു. ഇന്ന് ഗോവർദ്ധനമല ഉയർത്തിയ കണ്ണൻ്റെ കഥ കേൾക്കാം. ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധം 24 മുതൽ 27 വരെയുള്ള അധ്യായങ്ങളിലാണ് ഈ ലീല വരുന്നത്. വൃന്ദാവനത്തിൽ ഒരിക്കൽ വലിയൊരു ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു. നന്ദഗോപനും ഗോപന്മാരും എല്ലാവരും വളരെ തിരക്കിലാണ്. പാൽ, തൈര്, നെയ്യ്, പലതരം പലഹാരങ്ങൾ എല്ലാം അങ്ങനെ ഒരുക്കുന്നു. അതെന്തിനാണെന്ന് ചെറിയ കണ്ണൻ അറിയണം. കണ്ണൻ അച്ഛനായ നന്ദഗോപരോട് ചോദിച്ചു, അച്ഛാ, ഇത്രയും വലിയ ഒരുക്കങ്ങളൊക്കെ എന്തിനാണ്? നന്ദഗോപൻ പറഞ്ഞു, മകനെ, മഴയുടെ ദേവനായ ഇന്ദ്രനെ പ്രസാദിപ്പിക്കാനാണ് ഈ പൂജ. മഴ ലഭിച്ചാലല്ലേ നമ്മളുടെ പശുക്കൾക്ക് പുല്ലും നമുക്ക് ഭക്ഷണവും ലഭിക്കൂ. കണ്ണൻ കുറച്ചു നേരം ആലോചിച്ചു. പിന്നെ വളരെ സ്നേഹത്തോട് പറഞ്ഞു, അച്ഛാ, നമ്മുടെ ജീവിതത്തെ യഥാർത്ഥത്തിൽ സംരക്ഷിക്കുന്നത് ആരാണ്? നമ്മുടെ പശുക്കൾക്ക് പുല്ല് നൽകുന്നത് ആരാണ്? നമ്മുടെ വയലുകൾക്കും കാടുകൾക്കും വെള്ളവും ഭക്ഷണവും നൽകുന്നത് ആരാണ്? ഈ ഗോവർദ്ധനമലയല്ലേ? കണ്ണന്റെ വാക്കുകൾ കേട്ട് ഗോപന്മാർ അത്ഭുതപ്പെട്ടു. കണ്ണൻ തുടർന്നു, അതുകൊണ്ട് ഇത്തവണ നമുക്ക് ഗോവർദ്ധനമലയെ ആരാധിക്കാം, പശുക്കളെ ആരാധിക്കാം, ബ്രാഹ്മണരെ ആദരിക്കാം. നമ്മുടെ ജീവിതത്തിന് നേരിട്ട് ഉപകാരപ്പെടുന്ന പ്രകൃതിയോട് നന്ദി പറയാം. ശ്രീമദ് ഭാഗവതത്തിൽ കൃഷ്ണൻ ഗോവർദ്ധനമല, പശുക്കൾ, ബ്രാഹ്മണർ എന്നിവർക്കായിട്ട് പൂജ നടത്തണമെന്ന് നിർദ്ദേശിക്കുന്നതായിട്ട് വിവരിക്കുന്നു. നന്ദഗോപനും ഗോപന്മാരും കണ്ണന്റെ വാക്കുകൾ സ്വീകരിച്ചു. വലിയൊരു അന്നക്കൂട്ടൊരുക്കി അനവധി വിഭവങ്ങൾ ഗോവർദ്ധനമലയ്ക്ക് സമർപ്പിച്ചു. എല്ലാവരും സന്തോഷത്തോടെ ഗോവർദ്ധനമലയെ ചുറ്റി പ്രദക്ഷിണം ചെയ്തു. പക്ഷേ ഇതെല്ലാം കണ്ട ഇന്ദ്രന് വലിയ കോപമായി. എന്നെ ആരാധിക്കാതെ ഈ ചെറിയ ബാലന്റെ വാക്കുകേട്ട് ഗോവർദ്ധനമലയെ ആരാധിക്കുവോ? ഇങ്ങനെ ഇന്ദ്രന്റെ അഹങ്കാരം ഉണർന്നു. അവൻ ഭയങ്കരമായ മഴമേഘങ്ങളെയൊക്കെ വിളിച്ചു വൃന്ദാവനത്തെ വെള്ളത്തിൽ മുക്കിക്കളയൂ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ആകാശം കറുത്തു, ഇടിയും മിന്നലും തുടങ്ങി, കാറ്റ് വീശി, മഴ പെയ്തു, പിന്നെയും മഴ, അതിലും ശക്തമായി മഴ. വൃന്ദാവനത്തിലെ വീടുകളിലേക്ക് വെള്ളം കയറി തുടങ്ങി. പശുക്കളൊക്കെ ഭയന്ന് നിലവിളിച്ചു, കുട്ടികൾ കരഞ്ഞു. ഗോപികമാർ കണ്ണനെ വിളിച്ചു, കണ്ണാ, ഞങ്ങളെ രക്ഷിക്കണേ. നന്ദഗോപനും ഗോപന്മാരും കണ്ണന്റെ അടുത്തേക്ക് ഓടിയെത്തി. കൃഷ്ണ, ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? കണ്ണൻ അവരെ നോക്കി പുഞ്ചിരിച്ചു. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അടുത്ത നിമിഷം കണ്ണൻ ഗോവർദ്ധനമലയ്ക്കരിയിലേക്ക് നടന്നു. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കെ കണ്ണൻ തന്റെ ഇടത് കൈയിലെ ചെറുവിരൽ ഗോവർദ്ധനമലയുടെ അടിയിൽ വെച്ചു. പിന്നെ ഒറ്റ നിമിഷത്തിൽ ഗോവർദ്ധനമല ഉയർത്തി. ഒരു വലിയ കുട പോലെ ആ മല ആകാശത്തുയർന്നു നിന്നു. കണ്ണൻ വിളിച്ചു, നന്ദബാബ, അമ്മമാരെ, ഗോപന്മാരെ, ഗോപികമാരെ, പശുക്കളെയും കുട്ടികളെയും ഒക്കെ കൂട്ടിക്കൊണ്ട് ഈ മലയുടെ കീഴിലേക്ക് വരൂ. ഭയപ്പെടേണ്ട, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഭാഗവതത്തിലെ വിവരണത്തിൽ കൃഷ്ണൻ ഗോവർദ്ധനമല ഒരു കൈകൊണ്ട് ഉയർത്തി അതിന്റെ കീഴിൽ പ്രജവാസികൾക്കും പശുക്കൾക്കും അഭയം നൽകുന്നു. 7 ദിവസം അദ്ദേഹം മല ഉയർത്തിപ്പിടിച്ചിരുന്നതായിട്ട് പറയുന്നു. എല്ലാവരും ആ മലയുടെ കീഴിൽ അഭയം പ്രാപിച്ചു. പുറത്ത് മഴ തകർത്തു പെയ്യുന്നു. പക്ഷേ മലയുടെ കീഴിൽ എല്ലാവരും സുരക്ഷിതരാണ്. കണ്ണൻ മാത്രം തന്റെ ചെറുവിരലിൽ അങ്ങനെ മല താങ്ങി നിൽക്കുന്നു. ഗോപികമാർ കണ്ണനെ നോക്കി നിന്നു. കുട്ടികൾ കണ്ണന്റെ അടുത്തിരുന്ന് കളിച്ചു. പശുക്കൾ ശാന്തമായി പുല്ല് തിന്നുന്നത് പോലെ നിന്നു. എല്ലാവരും അത്ഭുതത്തോടെ ചിന്തിച്ചു, ഇവൻ നമ്മുടെ കണ്ണനല്ലേ? ഇത്ര ചെറിയ കുഞ്ഞ് എങ്ങനെ ഇത്ര വലിയ മല ഉയർത്തുന്നു? പക്ഷേ കണ്ണൻ ഒരു ഭാരവുമില്ലായിരുന്നു. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി നിന്നു. 7 ദിവസം 7 രാത്രിയും മഴയും തുടർന്നു. ഒടുവിൽ ഇന്ദ്രന് മനസ്സിലായി, ഇത് സാധാരണ ബാലനല്ല, ഇവൻ പരമശക്തനായ ഭഗവാനാണ്. ഇന്ദ്രന്റെ അഹങ്കാരം തകർന്നു. അവൻ മഴ നിർത്തി. ആകാശം തെളിഞ്ഞു. സൂര്യൻ വീണ്ടും ഉദിച്ചു. കണ്ണൻ മെല്ലെ ഗോവർദ്ധനമല പഴയ സ്ഥാനത്ത് സ്ഥാപിച്ചു. എല്ലാവരും സന്തോഷത്തോടെ കണ്ണന്റെ ചുറ്റും കൂടി. കണ്ണാ, ഗോവർദ്ധനധാരി, ഗോവിന്ദ
എന്ന് വിളിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. ഇന്ദ്രനും പിന്നീട് കണ്ണന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് തന്റെ തെറ്റ് മനസ്സിലാക്കി. ഭാഗവത കഥയിൽ ഇന്ദ്രന്റെ അഹങ്കാരം മാറി മഴ നിർത്തുന്നതായി വിവരിക്കുന്നു. ഈ കഥ നമ്മോട് പറയുന്നത്, ഈ കഥയിൽ ഏറ്റവും വലിയ സന്ദേശം അഹങ്കാരം ഉപേക്ഷിക്കണമെന്നതാണ്. ഇന്ദ്രന് ശക്തി ഉണ്ടായിരുന്നു, പക്ഷേ ശക്തിയോടൊപ്പം തന്നെ അഹങ്കാരവും വന്നപ്പോൾ അവൻ തന്റെ യഥാർത്ഥ സ്ഥാനം മറന്നു. കണ്ണൻ അവനെ ശിക്ഷിക്കാനല്ല, അവന്റെ അഹങ്കാരം മാറ്റാനാണ് ഈ ലീല ചെയ്തത്. അതേപോലെ നമ്മുടെ ജീവിതത്തിലും എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ ഭയപ്പെടേണ്ട. കണ്ണനിൽ വിശ്വാസമുണ്ടെങ്കിൽ അത് മതി. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്നാണ് ഗോവർദ്ധനധാരി കണ്ണൻ നമ്മോട് പറയുന്നത്. പുറത്ത് എത്ര വലിയ മഴ പെയ്താലും, ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും നമ്മുടെ മനസ്സിൽ കണ്ണനെ മുറുകെ പിടിച്ചാൽ മതി. ആ കണ്ണൻ തന്നെ നമുക്ക് ഒരു ഗോവർദ്ധന മലയുടെ തണലാവും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ഒരേ ഒരു പ്രാർത്ഥന പറയാം. ഗോവർദ്ധനധാരിയായ കണ്ണ, എൻ്റെ കുടുംബത്തിനും എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നിന്നുടെ കരുണ, നിന്റെ തണല് എല്ലാം നൽകണമേ. ഗോവർദ്ധനധാരി ശ്രീകൃഷ്ണ ശരണം. ഹരേ ഗുരുവായൂരപ്പ ശരണം. ഹരേ നാരായണ ശരണം. ഹരേ കൃഷ്ണ.